സുഹൃത്തുക്കളെ, ധാരാളം ക്ഷേത്രങ്ങളും പുരാതന നിർമ്മിതികളും കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ ഭാരതം. കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നാം സഞ്ചരിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പല ക്ഷേത്രങ്ങളും പുരാതന നിർമ്മിതികളും നമുക്ക് കാണാൻ കഴിയും. ഈ അടുത്ത കാലത്ത് ഞാൻ കർണാടകയിലെ മൈസൂർ സോമനാഥപുരയിലുള്ള ഒരു പുരാതന ക്ഷേത്രം അല്ലെങ്കിൽ ക്ഷേത്ര നിർമ്മിതി, ഇന്നും നിലനിൽക്കുന്ന ഒരു അതിപുരാതനമായ ക്ഷേത്ര നിർമ്മിതി സന്ദർശിക്കാനിടയായി. അതിനെക്കുറിച്ചാകട്ടെ ഇന്നത്തെ വീഡിയോ എന്ന് കരുതി. മൈസൂർ സിറ്റിയിൽ നിന്നും ഏതാണ്ട് 38 കിലോമീറ്റർ ദൂരെ സോമനാഥപുര എന്ന ഒരു ഗ്രാമത്തിലാണ് ഈ ചെന്നകേശവ ക്ഷേത്രം എന്ന വൈഷ്ണവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കാവേരി നദിയുടെ തീരത്താണ് ഈ ക്ഷേത്രം പണിതിട്ടുള്ളത്. 1258 ആണ്ടിൽ അല്ലെങ്കിൽ 13-ാം നൂറ്റാണ്ടിൽ സോമനാഥ ദണ്ഡനായക എന്ന ഹോയ്സല രാജാവ് മൂന്നാമൻ്റെ ജനറൽ നിർമ്മിച്ച ഒരു ക്ഷേത്രമാണിത്. ചരിത്രരേഖകൾ പറയുന്നത് സോമനാഥ ദണ്ഡനായകർ പുരാഹര, നരസിംഹേശ്വര, മുരഹര, ലക്ഷ്മി നരസിംഹ, യോഗനാരായണ എന്നിങ്ങനെ കുറേയേറെ ക്ഷേത്രങ്ങളും നിർമ്മിച്ചിരുന്നു അത്രേ. ഹോയ്സല മാതൃകയിലാണ് ഈ ക്ഷേത്രങ്ങളെല്ലാം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഈ ക്ഷേത്രങ്ങളിൽ ലക്ഷ്മി നാരായണ ക്ഷേത്രം മാത്രമേ ഇപ്പോഴും നിലനിൽക്കുന്നുള്ളൂ. ഹിന്ദു മുസ്ലിം രാജാക്കന്മാരുടെ യുദ്ധങ്ങളിൽ ബാക്കിയുള്ളവയെല്ലാം തകർക്കപ്പെട്ടു. ലക്ഷ്മി നാരായണ ക്ഷേത്രവും മിക്കവാറും തകർക്കപ്പെട്ട നിലയിൽ തന്നെയാണുള്ളത്. ഈ ചെന്നകേശവ ക്ഷേത്രവും വളരെയേറെ നാശമാക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. 16-ാം നൂറ്റാണ്ടിൽ വിജയനഗര സാമ്രാജ്യ ഭരണകർത്താക്കളുടെ ധനസഹായത്താൽ അറ്റകുറ്റപ്പണികൾ നടത്തപ്പെട്ടു എന്നും ചരിത്രം പറയുന്നു. എന്നാൽ 19-ാം നൂറ്റാണ്ടിൽ വീണ്ടും ക്ഷേത്ര സമുച്ചയത്തിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചു. 20-ാം നൂറ്റാണ്ടിൽ മൈസൂർ ഗവൺമെൻറ്റിൻ്റെ മേൽനോട്ടത്തിൽ വീണ്ടും അറ്റകുറ്റപ്പണികൾ നടന്നു. ഹോയ്സല രാജവംശം നിർമ്മിച്ച 1500ഓളം വരുന്ന ഹിന്ദു ജൈൻ ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ ചെന്നകേശവ ക്ഷേത്രം. ബേലൂരിലെ പിന്നെ ഹിലബിഡുവിലെയും ക്ഷേത്രങ്ങൾ ഇവയിൽപ്പെടും. മുസ്ലിം സുൽത്താൻ അലാവുദ്ദീൻ ഖിൽജിയുടെ ജനറൽ മാലിക് കഫൂർ 1311-ലും മുഹമ്മദ് ബിൻ തുഗ്ലക്
1326 ഈ ക്ഷേത്ര നിർമ്മിതി ആക്രമിച്ച് തകർത്തു എന്ന് വിക്കിപീഡിയയിൽ പറഞ്ഞിട്ടുണ്ട്. വിജയനഗര സാമ്രാജ്യ ഭരണകർത്താക്കളും മൈസൂർ വോഡയർ രാജാക്കന്മാരും ഇന്ന് ഈ കാണുന്ന തരത്തിൽ ഈ മഹത്തായ ക്ഷേത്ര നിർമ്മിതിയെ അറ്റകുറ്റപ്പണികൾ നടത്തി നിലനിർത്തി. ഇപ്പോൾ ഈ ക്ഷേത്രം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ മേൽനോട്ടത്തിലാണ്. മൂന്ന് മൂർത്തികളാണ് ഈ ക്ഷേത്രത്തിനകത്തുള്ളത്: കേശവ, ജനാർദ്ദന, പിന്നെ വേണുഗോപാല. പക്ഷേ ശരിക്കുമുള്ള 2 ശില്പങ്ങൾ മാത്രമാണ് ഇന്നിവിടെ ഉള്ളത്. കേശവമൂർത്തി നഷ്ടപ്പെട്ടു എങ്കിലും താൽക്കാലികമായി ഒരു ശില്പം അവിടെ വെച്ചിട്ടുണ്ട്. ധാരാളം ചെറുതും വലുതുമായ ശില്പങ്ങളാലും കൊത്തുപണികളാലും സമൃദ്ധമാണ് ഈ ക്ഷേത്രം. രാമായണം, മഹാഭാരതം, ശ്രീകൃഷ്ണൻ്റെ ബാല്യകാലം എന്നിങ്ങനെ നമ്മുടെ പുരാണങ്ങൾ ഇവിടുത്തെ ചുമരിലെ ശില്പകലകളിലൂടെ നമുക്ക് കാണുവാനാകും. പുരാതന ശില്പകലകളിലും അത്തരം നിർമ്മിതികളിലും താല്പര്യമുള്ള സഞ്ചാരികൾക്ക് കണ്ണിറയെ ആസ്വദിക്കുവാനും കുറേയേറെ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ഇവിടെ ഈ ക്ഷേത്രത്തിൽ ഉണ്ടെന്നുള്ളതാണ് ഒരു വസ്തുത. അവിടെയുള്ള ഒരു സെക്യൂരിറ്റി ഉദ്യോഗസ്ഥനോട് സംസാരിച്ചപ്പോൾ അറിയാനായത് ഈ ക്ഷേത്ര നിർമ്മിതി വേണ്ട പോലെ പരിപാലിക്കപ്പെടുന്നില്ല എന്നതാണ്. 5000-ത്തിലധികം ചെറുതും വലുതുമായി ഹിന്ദു ദേവസങ്കല്പങ്ങൾ കൊത്തിവെച്ചിട്ടുള്ള ഇത്തരം ഒരു നിർമ്മിതി അവഗണിക്കപ്പെടുന്നുണ്ട് എന്നറിഞ്ഞ് ഞാൻ വ്യഥയോടെ നോക്കി നിന്നു. താജ്മഹലും ചെങ്കോട്ടയും മാത്രം മതിയോ നമുക്ക്? ഇത്തരം ഭാരതത്തിൻ്റെ തനതായ സംസ്കാരവും കലാപാരമ്പര്യവും വിളിച്ചോതുന്നവയും സംരക്ഷിക്കപ്പെടേണ്ടതല്ലേ? ഇന്നത്തെ തലമുറ കണ്ട് ആസ്വദിക്കുന്ന പോലെ തന്നെ വരും തലമുറകൾക്കായി ഇനിയും നശിക്കപ്പെടാതെ പരിപാലിക്കപ്പെടേണ്ടതല്ലേ ഇവയൊക്കെ എന്ന് ഞാൻ ഓർത്തു. ഇവിടെ ചുറ്റും നടന്നു കാണുമ്പോൾ എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം, ഇത്രയും മനോഹര ക്ഷേത്ര നിർമ്മിതി സന്ദർശിക്കുവാൻ വേറെ വല്ല വിദേശ രാജ്യങ്ങളിലുമായിരുന്നുവെങ്കിൽ എത്ര ജനത്തിരക്കായിരിക്കും. മൈസൂരിന് ചുറ്റുമുള്ള ചുരുങ്ങിയ ജനങ്ങൾക്ക് മാത്രമേ ചിലപ്പോൾ ഇതിനെക്കുറിച്ച് അറിവുണ്ടാവുകയുള്ളൂ എന്നെനിക്ക് തോന്നി. അതുകൊണ്ടല്ലേ മലയാളികൾ ഒരാളെപ്പോലും കാണാനാവാത്തത്. ഏതായാലും എനിക്ക് യാത്ര പുതുമയുള്ളതായിരിക്കും. മൈസൂരിലും ബാംഗ്ലൂരിലുമുള്ള മലയാളികളിൽ ഈ ക്ഷേത്രം ഇനിയും കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ എത്തി ഈ നിർമ്മിതി കണ്ട് ആസ്വദിക്കുവാൻ ആഹ്വാനം ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് കൂടുതൽ പേർക്ക് എത്തിക്കുവാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത്
സഹകരിക്കുവാനും അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.